നമുക്കിന്ന് തക്കാളിയും പരിപ്പും ചേർത്ത് സിമ്പിളായിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ മസൂർ ദാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പാർ പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഒരൊറ്റ വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട തക്കാളിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാവുന്നതാണ്. അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം അരപ്പിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു വലിയ കൈപ്പിടി അളവില് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള് ജീരകം, നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരുപാടായ നമ്മുടെ കറിക്കൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് എന്തോ നോക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നല്ലതുപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളിയും ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവിന്റെ ആവശ്യമില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി കുക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ മിക്സിയുടെ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതും ചേർക്കുന്നുണ്ട്. കാരണം പരിപ്പും തേങ്ങ അരപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഭയങ്കര തിക്കായി പോകും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളവന്നോട്ടെ. ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതില് എരിവും അതുപോലെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു, ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് കരിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.